കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വീണ്ടും കളിയാവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ഇരട്ടി മധുരമായി കണ്ണൂർ വാരിയേഴ്സും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ സ്വന്തം തട്ടകത്തിൽ കപ്പുയർത്താനാണ് കണ്ണൂർ വരുന്നത്. ആദ്യ സെമിയിൽ കാലിക്കറ്റ് FCയെ 1 ഗോളിന് തകർത്താണ് കണ്ണൂർ ഫൈനലിൽ കടന്നത്. കണ്ണൂർ ജവഹർ സ്റ്റേഡിയം വീണ്ടും മനുഷ്യക്കടലാവാൻ ഇനി 3 ദിവസം മാത്രം. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനത്തോടെ കണ്ണൂർ വാരിയേഴ്സും എത്തുകയാണ് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ കിരീടം ചൂടാൻ. സെമിയിൽ കരുത്തരായ കാലിക്കറ്റ് FCയെ 1 ഗോളിന് തകർത്താണ് കണ്ണൂരിന്റെ രാജകീയ വരവ്. നമ്മളൊരു വണ്ടർ ഗോൾ നമുക്ക് മിസ്സായി എന്ന് പറയാം. എന്തൊരു പ്ലാനിംഗ് ആണെന്ന് നോക്കുക. What a planning, man! ഇതേ മൈതാനത്ത് ഈ സീസണിൽ ഒരു SLK ഗോൾ തിരുവനന്തപുരം കൊമ്പൻസിനെതിരായ കാലിക്കറ്റിന്റെ മത്സരത്തിൽ മാച്ച് വിന്നിംഗ് ഗോൾ നേടി. 19-ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. 5 ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ വാരിയേഴ്സ് കണ്ണൂരിൽ കളിച്ചിരുന്നു. പക്ഷേ ജയം കൈവിട്ടു. സമനിലയും തോൽവിയുമായി കണ്ണൂർ വിട്ട വാരിയേഴ്സ് പക്ഷേ വിശ്വരൂപം പുറത്തെടുത്തു. എഴുതിത്തള്ളിയ ടീം അങ്ങനെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കണ്ണൂരിലും ടീം താളം കണ്ടെത്തിയാൽ കപ്പ് വാരിയേഴ്സിന് സ്വന്തമാകും. ഏറ്റവും കരുത്തർ എന്ന് വിശേഷിപ്പിച്ച കോഴിക്കോടിനെയാണ് കണ്ണൂർ തകർത്തത്. ഗോളടിക്കാൻ കാലിക്കറ്റ് പല അടവുകളും പ്രയോഗിച്ചുവെങ്കിലും ശക്തമായ പ്രതിരോധം തീർത്താണ് കണ്ണൂർ ചെറുത്തത്. പൂട്ടേണ്ടവരെ പൂട്ടിത്തന്നെ കണ്ണൂർ മുന്നേറി. പെനാൽറ്റി ബോക്സിൽ 2 തവണ അത് പോസ്റ്റിലേക്ക് അടിക്കാൻ കണ്ണൂരിന് അവസരമുണ്ടായിരുന്നു. ആദ്യം കീൻ ലൂയിസ് അടിക്കുന്നു, ആടി ബ്ലോക്ക് ചെയ്തപ്പോൾ വീണ്ടും കണ്ണൂരിന്റെ ചുവന്ന കുപ്പായക്കാരൻ രണ്ടാമത്തെ വെടി പൊട്ടിക്കുന്നു, അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അശിക് വന്നതിന് ശേഷം നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇന്റർസെപ്ഷൻ ആൻഡ് ഔട്ട് സ്വിംഗ് പാസ്. പക്ഷേ ഗോൾ കീപ്പറുടെ ബിഗ് മിസ്. വെമ്പിപ്പോയി. അവിടെ എന്താണ് എനിക്ക് തോന്നുന്നത്? അച്ഛലാണോ? അത് അച്ഛലാണ് തോന്നുന്നു. യെസ്, അച്ഛലാണ്. കൺഫ്യൂസ്ഡ് ആയി അവിടെ. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് എത്തിയത്. ഹോം ഗ്രൗണ്ടായി വാരിയേഴ്സ് കണ്ണൂർ തെരഞ്ഞെടുത്തതുകൊണ്ട് മാത്രം സംഭവിച്ചതാണിത്. ഇതിനു പിന്നാലെ സന്തോഷ് ട്രോഫി ടീമിന്റെ ക്യാമ്പും കണ്ണൂരിന് ലഭിച്ചു. അങ്ങനെ കൈവിട്ട കളിയാരവത്തെ തിരിച്ചുപിടിക്കാൻ സൂപ്പർ ലീഗ് കേരള അവസരമായി. കാണികളുടെ പ്രവാഹവും കണ്ണൂരിലേക്ക് ഫൈനൽ എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ശരാശരി 20,000 പേർ കളി കാണാൻ കണ്ണൂരിൽ എത്തി. ഗാലറിയുടെ തകർച്ച കാരണം പൂർണ്ണമായും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി. എന്തായാലും 19 നടക്കുന്ന കലാശപ്പോര് കണ്ണൂരിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ വേറിട്ടതാകും. കണ്ണൂരിന്റെ എതിരാളി മലപ്പുറമോ തൃശൂരോ എന്നാണ് ഇനി അറിയാനുള്ളത്. കണ്ണൂർ കക്കാട് സ്വദേശിയായ മുഹമ്മദ് സിനാൻ മിന്നും ഫോമിൽ വാരിയേഴ്സ് ക്യാമ്പിലുണ്ട്. ചാടി, എന്നിട്ടും ഹജ്മലിന് അത് തടുക്കാനായില്ല എന്ന നിരാശയാണ്. സോ സിനാന്റെ പെനാൽറ്റി ഗോൾ ഇൻസൈഡിലേക്ക് പോകുന്നു, വലയുടെ അകത്തേക്ക്. കണ്ണൂർ ലീഡ് ചെയ്യുന്നു ഈ സെമി ഫൈനലിൽ അഗൈൻസ്റ്റ് കാലിക്കറ്റ് ഇൻ സെമി ഫൈനൽ 1. സിനാന്റെ പെനാൽറ്റി ഗോളിലൂടെ ഇറ്റ് ഈസ് കണ്ണൂർ വാരിയേഴ്സ് 1 കാലിക്കറ്റ് FC 0. സെമി ഫൈനലിൽ പെനാൽറ്റി ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് ഫൈനലിലേക്ക് ടിക്കറ്റ് നേടിക്കൊടുത്തതും സിനാനായിരുന്നു. മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.